ഫൈനലി നമ്മളെ ഗെയിമിലോട്ട് നമ്മുടെ ക്രൊക്കഡൈലിംഗ് ആളൊക്കെ ആഡ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ക്രൊക്കഡൈലിംഗ് ആളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്നതിൻ്റെ ചിറ്റ് കോഡ് എത്രയാണെന്നും ഞാൻ ഇന്ന് തീരുവടിയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ഈ ഒരു ഹൗസ് പ്രോക്സും ആളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹൗസ് പ്രോക്സിൻ്റെ ചിറ്റ് കോഡ് എത്രയാണെന്ന് ഇത് എപ്പോൾ വരുമെന്നും ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. പിന്നെ നമ്മളെ ഗെയിമിലോട്ട് കാർ ഹൗസും കാണാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയതായിട്ട് നമ്മളെ ഗെയിമിലോട്ട് ആഡ് ആയ ഒരു കാർ ഹൗസാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തെ ഫുള്ളി പ്രോക്സ് വെച്ച് ബിൽഡ് ചെയ്തൊരു കാർ ഹൗസാണ്. അപ്പോൾ ഈ കാർ ഹൗസ് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കണ്ടിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെടാൻ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്തേക്കുക, തൊട്ട് തന്നെ ബെല്ലൈക്കൻ ജസ്റ്റ് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് 3D അല്ലെങ്കിൽ കൂട്ടുകാർക്കും കൂടി ഈ ഒരു വീഡിയോ നിങ്ങളുടെ മാക്സിമം ഒന്ന് ഷെയറും അതൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ ഇന്ത്യൻ ബൈക്ക് 3D അല്ലെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നവരായത് നമ്മളെ ക്രൊക്കഡൈലിൻ്റെ ചീറ്റ് കോഡ് എത്രയാണെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഈ ഒരു ക്രൊക്കഡൈലിൻ്റെ ചീറ്റ് കോഡ് ഞാൻ പറഞ്ഞുതരാം. ക്രൊക്കഡൈൽ നമ്മളെ മുതലൊരു ചീറ്റ് കോഡ് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേറ്റ് നമ്മളെ ഗെയിമിലോട്ട് ആഡായ നമ്മളെ ഒരു കാർ ഹൗസും കാണാൻ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്ത് നേരെ നമ്മളെ ഗെയിമിനകത്തോട്ട് വരാം. ഗെയിമിനകത്തോട്ട് ഇതിട്ട് നേരെ നമ്മളെ സെറ്റിങ്സ് കയറാം. ഗെയിമിൻ്റെ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഇപ്പം ഒരു സ്ലോട്ട് സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളവിടെ ന്യൂ കാർ ഹൗസ് എന്ന് ഞാൻ അവിടെ പേര് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ഞാൻ ഇപ്പം ന്യൂ കാർ ഹൗസ് എന്നാണ് പേര് കൊടുത്തത്. എന്നിട്ട് നേരെ പ്ലേ കൊടുക്കുക. ഓക്കെ. പ്ലേ കൊടുത്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ ഗെയിം എന്തായാലും ലോഡിങ് ആയിട്ട് വരും. ഓക്കെ. അപ്പം എന്നിട്ട് നേരെ ഈ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം. ഓക്കെ. അപ്പോൾ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം. ഓക്കെ. വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയ നേരെ നമ്മളെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കും. മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കും. നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് വെച്ചേക്കും. ഓക്കെ. എന്നിട്ട് നേരെ നിങ്ങളെ മൊബൈൽ ഡേറ്റ് ഒന്ന് ഓൺ ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്ത് ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടുത്തെ പേസ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനി ഈ പേസ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പ്ലീസ് വെയിറ്റ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എനിക്കിവിടെ ഫയൽ ലോഡിംഗ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് നേരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക. നെറ്റ് ഓഫ് ചെയ്ത് നേരെ നമ്മളെ ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കുക. എന്ന് പറഞ്ഞാൽ ഗെയിം ഒന്ന് ബാക്ക് അടിച്ച് കഴിഞ്ഞ് ഗെയിമിനകത്ത് ഒന്നുകൂടെ കയറിയാൽ മതി. ഇത്രയേ ഉള്ളൂ റീഫ്രഷ് എന്ന് പറയുക. ഓക്കെ. അപ്പോൾ ഞാൻ ഗെയിം ബാക്ക് അടിച്ച് കളിച്ചിട്ട് ഗെയിമിനകത്ത് ഒന്നുകൂടെ നമ്മൾ കയറിയിട്ടുണ്ട്. ഓക്കെ. കയറിയതിന് ശേഷം നിങ്ങൾ നേരെ നമ്മളെ ഈ ഒരു സിറ്റി മൊത്തം തന്നെ മാറിയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വേറൊരു സിറ്റി ആയിട്ട് കിട്ടി. എന്നിട്ട് നേരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വെഹിക്കിൾ എടുക്കുക. ഞാൻ ഇവിടെ ഇപ്പോൾ നമ്മളെ ഡിഫൻഡർ കാറാണ് എടുത്തത്. നമ്മുടെ ഡിഫൻഡർ കാർ ഞാൻ എടുത്തിട്ട് ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോവാം. അപ്പോൾ ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോയാലേ നിങ്ങൾക്ക് നമ്മുടെ പുതിയ നമ്മളെ ഗെയിമിൽ ആളായ നമ്മുടെ കാർ ഹൗസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ പോണ റൂട്ട് എല്ലാവർക്കും അറിയണം. നമ്മളവിടെ നേരെ റൈറ്റിങ്ങളൊക്കെ എടുത്തിട്ട് നേരെ നമ്മൾ കത്തിച്ച് വിടുകയാണെങ്കിൽ നമ്മൾ പിന്നെ റൈറ്റ് എടുക്കുക. അതിന് പറന്ന് പോവുക. ഓക്കെ. അപ്പോൾ ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോവുക. എങ്കിലൊക്കെ നിങ്ങൾക്കും നമ്മുടെ നമ്മളെ പുതിയ നമ്മളെ ഗെയിമിലായ കാർ ഹൗസ് കിട്ടും. ഞാൻ മാക്സിമം സ്പീഡിൽ പോകാനായിട്ട് ശ്രമിക്കും. ഓക്കെ. അപ്പോൾ ഞാൻ എന്തായാലും നല്ല ദൂരോട്ട് തന്നെ നല്ല ദൂരോട്ട് തന്നെ പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഈ പോണ റൂട്ടിൽ മാക്സിമം പോകും. അപ്പോൾ നമ്മൾ ആ റൂട്ട് സ്ട്രൈറ്റ് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇവിടെ ആയിട്ടാണ് കേസ് നമ്മളെ കാർ ഹൗസ്. നമ്മളെ റാമ്പിൻ്റെ ഒക്കെ തൊട്ടടുത്താണ് നമ്മളെ ഗെയിമിൽ നമ്മളെ ഈ ഒരു കാർ ഹൗസുകളൊക്കെ വന്നത്. അപ്പോൾ ഞാൻ കാർ ഹൗസിൻ്റെ അകങ്ങളൊക്കെ കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾക്ക് വ്യക്തമായിട്ട് ചെയ്യണം. അടിപൊളി ഒരു കാർ ഹൗസാണ് കേസ് നമ്മളെ ഗെയിമിലോട്ട് വന്നത്. വലിയൊരു കാർ ഹൗസ്, ഒരു 10-20 ജിറാഫിൻ്റെ ഒക്കെ പൊക്കത്തിനുള്ള ഒരു കാർ ഹൗസ്, ആനയുടെ പൊക്കത്തിനുള്ള കാർ ഹൗസ്. അപ്പം ഞാൻ എന്തായാലും നിങ്ങൾക്ക് ജസ്റ്റ് നമ്മളെ ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ട് ഇത് മൊത്തത്തിൽ തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ ഡ്രോൺ മോഡ്. അപ്പോൾ ഡ്രോൺ മോഡിൽ ഇവിടെ വ്യക്തമായിട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു കാർ ഹൗസുകളൊക്കെ. അടിപൊളി കാർ ഹൗസാണ്. ഇതിൻ്റെ അകങ്ങളൊക്കെ ഇനിയിപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ കാണിച്ചത്. അകങ്ങളൊക്കെ അടിയിൽ നിന്നാണെങ്കിൽ നമ്മൾ ഈ കാറിൻ്റെ അകത്തോട്ട് കയറുന്നത്. അടിപൊളി കാർ ഹൗസാണ്. മാക്സിമം പ്രോക്സ് ഉപയോഗിച്ചിട്ട് അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചു. നമ്മൾ ഈ ഒരു പ്രോക്സ് വെച്ചിട്ട് ഒരു കാർ ഉണ്ടാക്കിയാൽ അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പം ഇതുവഴിയാണ് കേസ് നമ്മുടെ എൻട്രൻസും കാണൊക്കെ വരുന്നത്. അടിപൊളിയാണ് എൻട്രൻസ്. കയറി ചെല്ലുമ്പോൾ കേസ് ഫ്രണ്ടിലായിട്ട് തന്നെ നല്ല അടിപൊളി വിശാലമായ സ്പേസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ കട്ടിലിൻ്റെ പ്രോക്സ്, ബെഡ് പ്രോക്സും പിന്നെ നമ്മളെ ഫർണിച്ചേഴ്സ് പ്രോക്സ് ഒക്കെ വെച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് അടിപൊളി ഒരു വീടൊക്കെ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ കുറേ ഓപ്ഷൻസ് നമ്മളെ പ്രോക്സ് ഒക്കെ ഉള്ളത് കൊണ്ട് അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ജനലൊക്കെ ഉണ്ട്. ഇത് നമ്മളെ കാറിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. അപ്പം അടിപൊളി ഒരു കാറാണ് കേസ്. എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ല. അടിപൊളി ഒരു കാറാണ്. എല്ലാ കൂട്ടരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി കേസ് നമ്മളെ ക്രൊക്കഡൈലിലോട്ട് പോവാം. അപ്പോൾ നമ്മളെ ഈ ഒരു ക്രൊക്കഡൈൽ, അപ്പോൾ ഈ മുതലേറെ ചീറ്റ് കോഡ് ഇപ്പം നമ്മുടെ ഗെയിമിൽ വരാനായിട്ട് പോവുകയാണ്. അപ്പം ഫൈനലി നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേസ്. നമുക്ക് ഡെവലപ്പർ തന്നതാണ്, നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഫൈനലി.
ഗൈസ് നമ്മുടെ ഈ ഒരു അപ്ഡേറ്റ് വരുന്നത് നമ്മൾ നേരെ പ്ലഗിങ് ആപ്പിലായിരിക്കും ഇപ്പോൾ അപ്ഡേറ്റ് വരുന്നത് ഗൈസ്. അപ്പോൾ ഇന്ന് രാത്രിക്കകം അല്ലെങ്കിൽ നാളെ രാവിലെ ആയിരിക്കും ഈ ഒരു ക്രൊക്കഡൈലിൻ്റെ അപ്ഡേറ്റ് വരുന്നത്. നിങ്ങൾ കാത്തിരിക്കുക. ഈ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ ഞാൻ എന്തായാലും നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഞാൻ ഇട്ടേക്കാം. നമ്മുടെ ഗെയിമിൽ അപ്ഡേറ്റ് വന്നതെന്നുള്ളതിന് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടേക്കാം. പ്ലഗിങ് ആപ്പിലായിരിക്കും അപ്ഡേറ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മളെ മുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളി മുതൽ. ഞാൻ ഇവിടെ കുറേ ക്രൊക്കഡൈലും ഒക്കെ എടുത്തിട്ടേക്കണം. നിങ്ങൾക്ക് അടിപൊളി മുതലാണ്. ഇഷ്ടംപോലെ മുതലിങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അടിപൊളി ക്രൊക്കഡൈലാണ് ഗൈസ്. എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മളെ കുറേ കൂട്ടർ ചോദിച്ചൊരു കാര്യമാണ്, നമ്മുടെ പേഴ്സണലി മെസ്സേജ് ചോദിച്ചിട്ടാണ്, ക്രൊക്കഡൈൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിൽ നമുക്ക് ഈ ഒരു ക്രൊക്കഡൈലിനെ ഫയർ ചെയ്ത് നമ്മളെ എലിഫൻറ്റിനെ പോലെ ഓടുമോ അല്ലെങ്കിൽ നമ്മളൊന്ന് അറ്റാക്ക് ചെയ്യുമോ എന്നും ചോദിച്ചിട്ടുണ്ടെന്ന്. ഗൈസ് അപ്പോൾ ഇത് അറ്റാക്ക് ചെയ്യും ഗൈസ്. അത് ഞാൻ ഇതായിരിക്കും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഡെവലപ്പർ പറഞ്ഞ് ഇത് അറ്റാക്ക് ചെയ്യുമെന്നാണ്. അതെനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞൂടാ. ചിലപ്പോൾ കേസ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്, കൺഫേം ആയിട്ട് ചാൻസ് ഉണ്ട്. മുതലല്ലേ കേസ്, നരഭോജിയാണ് കേസ്. അതുകൊണ്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ തന്നെ ചാൻസ് ഉണ്ട്. ഞാൻ ഇവിടെ ഇഷ്ടംപോലെ മുതലേ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും ഇത് കിട്ടും കേസ്. നമ്മളെ വീഡിയോ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്തേക്കാം. എന്നിട്ട് നമ്മളെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് നിങ്ങളൊരു ക്രൊക്കഡൈൽ എന്ന് ടൈപ്പ് ചെയ്തേക്കൊക്കെ. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ക്രൊക്കഡൈൽ എന്ന് ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പേഴ്സണലി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാൻ പേഴ്സണലി നമ്മളെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, എനിക്കൊരു ലിങ്ക് ഡെവലപ്പർ പറഞ്ഞിട്ട് അയക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എന്തായാലും നമ്മളെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ക്രൊക്കഡൈൽ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. മുതലേന്ന് കമൻറ്റ് ചെയ്താൽ മതി, ക്രൊക്കഡൈൽ എന്ന് കമൻറ്റ് ചെയ്താലും മതി. ഓക്കെ ഓക്കെ. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ അപ്ഡേറ്റ് ഇതാ വരാനായിട്ട് പോകുന്നത്. വെയിറ്റ് ചെയ്തിരിക്കുക. അപ്ഡേറ്റ് കൺഫേം ആയിട്ട് നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു അപ്ഡേറ്റ് വരും. അപ്പോൾ ഞാൻ എന്തായാലും ക്രൊക്കഡൈലാണ്ട് വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ഗെയിമിൽ വന്ന് ഈ ഹൗസ് പ്രോക്സ് ഗൈസ്. ഇപ്പോൾ ഞാൻ ഹൗസ് പ്രോക്സ് വന്നിട്ടില്ല. ഇത് എപ്പോൾ വരുമെന്നുള്ളതിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടില്ല. ഇത് ഏത് അപ്ഡേറ്റിലാണ് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ഹൗസ് പ്രോക്സ് വരുന്നതെന്നുള്ളത് കൺഫേം ആയിട്ടില്ല. ഇപ്പം കിട്ടിയത് ഇപ്പം നമ്മളെ നിലവിലുള്ള നമ്മളെ ഫർണിച്ചേഴ്സ് പ്രോക്സ് ആണ്. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചിരുന്നുണ്ട് എല്ലാ ഫർണിച്ചറിൻ്റെ പ്രോക്സുകളും എല്ലാം. ജസ്റ്റ് വിശദമായിട്ട് നിങ്ങൾ നോക്കാം. ഓക്കെ, ഫർണിച്ചേഴ്സ് പ്രോക്സ് എല്ലാം വിശദമായിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ആ ഒരു ഹൗസ് പ്രോക്സിൻ്റെ ഏത് അപ്ഡേറ്റിലാണ് നമ്മുടെ ഗെയിമിലോട്ട് ഹൗസ് പ്രോക്സുകൾ വരുന്നതെന്ന് ഇതൊരിക്കലും ഡെവലപ്പർ കൺഫേം ആയിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എന്തായാലും നമ്മളെ ഫർണിച്ചർ പ്രോക്സ് നമ്മുടെ ഗെയിമിലുണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നമ്മളെ ഫർണിച്ചേഴ്സിൻ്റെ പ്രോക്സുകൾ എടുത്ത് കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോക്സൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. അടിപൊളി പ്രോക്സുകളാണ്. അപ്പം മേലെ കൊണ്ടുവരും ജസ്റ്റ് ഈ ഒരു പ്രോക്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പം എന്തായാലും വേറെ ലെവലായിട്ടുള്ള ഒരു പ്രോക്സൊക്കെ തന്നെയാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും വന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോക്സൊക്കെ ഇതൊന്നും അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടർ നേരെ അപ്ഡേറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പം അപ്ഡേറ്റ് ചെയ്യും. ചില കൂട്ടർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഇന്ത്യ ബൈക്ക് 3D അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് പ്ലഗിങ് ആപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. പ്ലഗിങ് ആപ്പിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നേരെ കയറി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നേരെ ആ പ്ലഗിങ് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ക്രൊക്കഡൈൽ വന്നിട്ടുണ്ടോ ഇല്ലെന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്തായാലും നമുക്കിവിടെ ക്രൊക്കഡൈൽ കിട്ടിയിട്ടുണ്ട്. ക്രൊക്കഡൈലിൻ്റെ ഫയൽ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഫയൽ ഞാൻ വേണമെങ്കിൽ ഫയലായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മളെ ഈ ഒരു പ്ലഗിങ് ആപ്പിൽ തന്നെ അപ്ഡേറ്റ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അതൊക്കെ എങ്ങനെയാണെന്ന് വിശദമായിട്ട് ഡെവലപ്പേഴ്സിനെ അറിയാമോ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞൂടാ. അപ്പോൾ ഈ ഒരു ഹൗസ് പ്രോക്സ് എന്തായാലും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഹൗസ് പ്രോക്സ് നമുക്ക് ഏത് അപ്ഡേറ്റിലാണ് വരുന്നതെന്ന് കൺഫേം ആയിട്ടില്ല. ഹൗസ് പ്രോക്സ് ഈ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾ അറിയിക്കാം. ഇപ്പോൾ H1 എന്ന് അടിച്ച് കഴിഞ്ഞാൽ അതായത് ഹൗസ് ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഹൗസിൻ്റെ അകത്തൊന്നും നമുക്ക് വ്യക്തമൊന്നും കയറാനൊന്നും പറ്റത്തില്ല. ഹൗസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് H2 V1 എന്ന് നിങ്ങളൊക്കെ അടിച്ച് കഴിഞ്ഞാൽ V1 V2. അപ്പം ഇനി നമ്മുടെ ഹൗസിൻ്റെ V2 V3 അങ്ങനെ ആയിരിക്കും ഗൈസ് നമ്മുടെ ഗെയിമിലോട്ട് വരുന്ന ഹൗസിൻ്റെയൊക്കെ പ്രോക്സ് നമ്പേഴ്സ് എന്നാണ് തോന്നുന്നത്. വി വെച്ചിട്ട് എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കറിഞ്ഞ ഹൗസ് ഒന്ന് H ആണ്. Hന് ഇപ്പം ഡയറക്റ്റ് ഈ പ്രോക്സ് അവൈലബിൾ ആണ്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് എപ്പോൾ വരുമെന്നൊന്നും ഒരു കൺഫേം ആയിട്ട് അറിഞ്ഞൂടാ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളൊക്കെ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത്. സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.